നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലേക്ക് ഇന്നലെയാണ് വീരമലക്കുന്നിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്. ഷിരൂർ അങ്കോള മണ്ണിടിച്ചിലിന് സമാനമായ സംഭവമാണ് ചെറുവത്തൂരിലുമുണ്ടായത്. വീരമലക്കുന്നിൽ വിള്ളലുണ്ടായിട്ടുണ്ടെന്നും ഇനിയും അപകട സാധ്യതയുണ്ടെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. ശബ്ദം കേട്ടിട്ട് പുറത്തേക്ക് നോക്കിയതാണ്. അപ്പോൾ മണ്ണിടിഞ്ഞിങ്ങനെ വരുന്നതാണ് കണ്ടത്. അപ്പോൾ ആ കാർ ഇപ്പോൾ സെൻറ്റർ ഭാഗത്താണ് ഉണ്ടായത്. അതിപ്പോൾ മണ്ണിൻ്റെ കൂടെ അങ്ങനെ ഒഴുകി വന്നിട്ട് ഇപ്പോൾ ഒരു സൈഡിലേക്ക് നിന്നതാണ്. ബസ്സിൻ്റെ ഉള്ളിൽ പെടേണ്ടതാണ്. ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാണ് ബസ് രക്ഷപ്പെട്ടത്. ആ ബസ് മണ്ണ് വീണതിന് ശേഷം നിർത്തിയിട്ടിട്ട് പിന്നീട് ആൾക്കാർ വന്ന് നോക്കിയതാണ്. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് 25ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്നലെ വില്ലേജിൽ നിന്ന് ആൾ വന്നിട്ടുണ്ടായിനി. അപ്പോൾ അവർ പിന്നെ ഏത് സമയത്ത് ഇടിഞ്ഞിട്ട് വീഴാന്നില്ലേ ഇല്ലാന്നില്ലത്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കണം. അപ്പോൾ മാറി താമസിച്ചോടൊന്നും കാര്യമില്ല. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വീരമലക്കുന്നിൽ മണ്ണിടിഞ്ഞു വീഴുന്നത്. ഞാൻ നേരത്തെ മിനിസ്റ്റർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. DDC മീറ്റിംഗ് കൂടി DDCയിൽ ഏകകണ്ഠമായി പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. കളക്ടർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. MLA-മാരുടെയും ജനപ്രതിനിധികളുടെയും അഭ്യർത്ഥന മാനിച്ച് ഞാൻ നിരവധി പ്രാവശ്യം മന്ത്രിയെ കണ്ടിട്ടുണ്ട്, മോർത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടൊന്നും ഒരു നടപടി എടുത്തിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.